ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. നാടോടി കഥകളുടെ നാട് എന്നറിയപ്പെടുന്നതും ഇന്ത്യയിലെ ഒരു സംസ്ഥാനവുമായ നാഗാലാൻഡിനെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിലെ ഒരു ഭൂപ്രദേശമാണ് നാഗാലാൻഡ്. വടക്ക് അരുണാചൽ പ്രദേശ്, പടിഞ്ഞാറ് ആസാം, തെക്ക് മണിപ്പൂർ, കിഴക്ക് മ്യാൻമറിലെ സാങ്കിങ് മേഖലയിലെ നാഗ സ്വയംഭരണ മേഖല എന്നിവയാണ് ഇതിന്റെ അതിർത്തികൾ. ഇതിന്റെ തലസ്ഥാനം കൊഹിമയാണ്. 2011 സെൻസസ് പ്രകാരം 19,80,602 ജനസംഖ്യയുള്ള സംസ്ഥാനത്തിന് 17,579 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട്. ഇത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നായി മാറുന്നു. നാഗാലാൻഡിൽ 16 ഭരണ ജില്ലകൾ ഉൾപ്പെടുന്നു. മറ്റ് ഉപഗോത്രങ്ങൾക്കൊപ്പം 17 പ്രധാന ഗോത്രങ്ങളും വസിക്കുന്നു. ആചാരങ്ങൾ, ഭാഷ, വസ്ത്രധാരണം എന്നിവയിൽ ഓരോ ഗോത്രവും സ്വഭാവത്തിൽ വ്യത്യസ്തമാണ്. വാമൊഴിയായി തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട നാടോടി കഥകളുടെ നാടാണിത്. ഇന്നത്തെ നാഗാലാൻഡിലെ നാഗന്മാരുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പുരാതനമായ ചരിത്രം 13ാം നൂറ്റാണ്ടിലേതാണ്. നാഗ എന്ന വാക്കിന്റെ ഉത്ഭവം വ്യക്തമല്ല. ഹാവോ എന്നർത്ഥം വരുന്ന അസം എന്നറിയപ്പെടുന്ന ആഹോം രാജ്യത്തിലെ നിവാസികൾ നാഗ അല്ലെങ്കിൽ നാഗ എന്നിങ്ങനെ നിരവധി പേരുകളിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇംഫാൽ താഴ്വരയിലെ തെയ് ജനതയും മ്യാൻമർ എന്നറിയപ്പെടുന്ന ബർമീസ് നക്കാസ് അല്ലെങ്കിൽ തായ് അർത്ഥമാക്കുന്നത് കമ്മലുകൾ ഉള്ള ആളുകൾ, മറ്റുള്ളവരിത് അർത്ഥമാക്കുന്നത് മൂക്കു തുളയ്ക്കുന്നവർ എന്നാണ്. സംസ്ഥാനത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 20% വനങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. സസ്യജന്തുജാലങ്ങളുടെ സങ്കേതമാണ് ഇവിടെ. നിത്യഹരിത ഉഷ്ണമേഖലാ വനങ്ങളും ഉപ ഉഷ്ണമേഖലാ വനങ്ങളും സംസ്ഥാനത്തെ തന്ത്രപ്രധാനമായ പോക്കറ്റുകളിൽ കാണപ്പെടുന്നു. ഉയർന്ന ആർദ്രതയുള്ള മൺസൂൺ കാലാവസ്ഥയാണ് നാഗാലാൻഡിനുള്ളത്. നാഗാലാൻഡിലെ ജനസംഖ്യ ഏകദേശം 2.2 ദശലക്ഷം ആളുകളാണ്. അതിൽ 1.04 ദശലക്ഷം പുരുഷന്മാരും 0.95 ദശലക്ഷം സ്ത്രീകളും ഉൾപ്പെടുന്നു. അതിന്റെ ജില്ലകളിൽ കൊഹിമയിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത്. തൊട്ടു പിന്നിൽ ദിമാപൂരിലാണ്. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല ലെങ്ലാങ്ങിലാണ്. ജനസംഖ്യയുടെ 75% ഗ്രാമപ്രദേശങ്ങളിലാണ് വസിക്കുന്നത്. 2013 കണക്കനുസരിച്ച് ഗ്രാമീണ ജനസംഖ്യയുടെ ഏകദേശം 10% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരിൽ 4.3% ദാരിദ്ര്യരേഖയ്ക്കും താഴെയാണ്. നാഗാലാൻഡിൽ 2011 സെൻസസിൽ 16 ജില്ലകളാണ് ഉള്ളത്. 2011-12 നാഗാലാൻഡിന്റെ മൊത്ത സംസ്ഥാന ആഭ്യന്തര ഉൽപാദനം ഏകദേശം 12,065 കോടി രൂപ. നാഗാലാൻഡിന്റെ GSDP ഒരു ദശാബ്ദ കാലത്തേക്ക് 99% വർദ്ധിച്ചു. അങ്ങനെ പ്രതിശീർഷ വരുമാനം ഇരട്ടിയായി. നാഗാലാൻഡിൽ 80.1% സാക്ഷരതാ നിരക്ക്. സംസ്ഥാനത്തെ ഭൂരിഭാഗം ജനങ്ങളും സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാഷയായ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. സംസ്ഥാനം സാങ്കേതിക മെഡിക്കൽ വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്യുന്നു. എന്നിരുന്നാലും നാഗാലാൻഡിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഭൂരിഭാഗവും സംഭാവന ചെയ്യുന്നത് കൃഷിയും വനവൽക്കരണവുമാണ്. കൽക്കരി, ചുണ്ണാമ്പുകല്ല്, ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, ക്രോമിയം, മാർബിൾ തുടങ്ങിയ ധാതു വിഭവങ്ങളാൽ സമ്പന്നമാണ് സംസ്ഥാനം. നാഗാലാൻഡിലെ ദുർഘടവും പർവ്വത പ്രദേശവും ഗതാഗതത്തിന്റെ അടിസ്ഥാന സൗകര്യത്തിന് വലിയ വെല്ലുവിളിയാണ്. നാഗാലാൻഡിന്റെ ഗതാഗത ശൃംഖലയുടെ നട്ടെല്ലാണ് റോഡുകൾ. സംസ്ഥാനത്ത് 15,000 കിലോമീറ്ററിലധികം ഉപരിതല റോഡുകളുണ്ട്. എന്നാൽ കാലാവസ്ഥ കേടുപാടുകൾ കണക്കിലെടുത്ത് ഇവ തൃപ്തികരമായി പരിപാലിക്കപ്പെടുന്നില്ല. എന്നിട്ടും ഓരോ കിലോമീറ്റർ റോഡിനും വേണ്ടിയുള്ള ജനസംഖ്യയുടെ കാര്യത്തിൽ അരുണാചൽ പ്രദേശിനു ശേഷം മേഖലയിലെ 2ാമത്തെ മികച്ച സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.